ഹായ് എവരിവൺ, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുവാണല്ലോ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടൊരു ഹൽവയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നമുക്ക് നമ്മുടെ ഹൽവ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. അതായത് 3 മണിക്കൂർ നേരം ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്ത ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിത് അരിപ്പയ്ക്കകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കുക. ഇതിന് ഒരു തരിയില്ലാതെ നമുക്കിതിൻ്റെ പാൽ കിട്ടണം. ആ രീതിയിലാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 2.5 കപ്പോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ ആഡ് ചെയ്ത് നമുക്കിതിൻ്റെ പാലെല്ലാം മാക്സിമം പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്ക് അവസാനം ഇതിൻ്റെ വേസ്റ്റ് ഇതുപോലെ കിട്ടും. അപ്പോൾ ഈ വേസ്റ്റ് എല്ലാം മാറ്റി വെച്ച ശേഷം നമുക്കിനി ഈ കിട്ടിയ പാല് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്ത ശേഷം ഇത് വീണ്ടും നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു തുണിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നല്ല വൃത്തിയുള്ള വെള്ള തുണിക്കകത്തോട്ട് ഈ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം തുണിയാകുമ്പോൾ നമുക്ക് വേഗം തന്നെ അതിൻ്റെ ആ അഴുക്കെല്ലാം നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നല്ല ചെറിയ കണ്ണിയുള്ള അരിപ്പയ്ക്കകത്തോട്ട് ഒരു 3-4 തവണ അരിച്ചെടുക്കുമ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ പാലൊക്കെ നന്നായിട്ട് കിട്ടും. ഇനി നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്യാം. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയ്ക്കകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മെൽറ്റായിട്ട് ഈ ഒരു കളർ എത്തുമ്പോഴത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിച്ചൊഴിക്കണം, ഇത് പൊട്ടിത്തെറിക്കും. എന്നിട്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ആ പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷമേ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാവുള്ളൂ. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചൂടായി വരണം. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ 3/4 കപ്പോളം പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ആ പഞ്ചസാരയുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ശകല ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അത് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ആ കളർ നമുക്ക് കിട്ടി. ഇനി നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ നെയ്യെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. ആ മെൽറ്റായി ആ സൈഡിലൊക്കെ ഈ നെയ്യ് ഇങ്ങനെ ഒന്ന് തെളിഞ്ഞു വരും. അപ്പോഴത്തേക്ക് നമുക്ക് എന്നാ ചെയ്യാം, അടുത്ത ട്രിപ്പ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ തെളിഞ്ഞ് വരുന്ന പരുവാകുമ്പോഴത്തേക്ക് നമുക്കിനി വീണ്ടും ഇങ്ങനെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്ത് അങ്ങനെയാണ് ഇത് നന്നായിട്ട് കുറുകി വരുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇടയ്ക്ക് ഇതൊന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. പക്ഷേ ഒരുപാട് നേരം വെക്കരുത്, കാരണം നന്നായിട്ട് വെന്ത് വരേണ്ടതായിട്ടുണ്ടല്ലോ. പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ആക്കി ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് വീണ്ടും നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടോട്ടൽ 100 ഗ്രാം നെയ്യാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെയ്യ് ആഡ് ചെയ്യുന്നതനുസരിച്ചാണ് ഇത് കുറുകി വരുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, ഹൽവ എന്ന് പറയുമ്പോൾ നല്ല ഓയിലി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നെയ്യ് ഇങ്ങനെ ആഡ് ചെയ്ത് ഇങ്ങനെ കുറുക്കി എടുക്കണം. ഞാനിപ്പോൾ ഫുൾ വീഡിയോ ഇതിൽ ഇട്ടിട്ടില്ല, കാരണം ഇത് ഭയങ്കര ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി മുറിച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് പാനിൽ നിന്നും വിട്ട് വരണം. ഇതാണ് നമ്മുടെ പരുവം. ആ പാനിൽ നിന്നെല്ലാം വിട്ട് ഒരു ബോളായിട്ട് ഇങ്ങനെ ഉരുണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഈ പാത്രത്തിൽ നെയ്യ് തടകി വെച്ചതാണ്. ഇതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം നമുക്ക് നെയ്യ് തടകി ഒരു സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തണുത്ത് വരണം. അപ്പം തണുത്ത് വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം തണുത്ത് നല്ല രീതിയിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇത് ശരിക്കും ഭയങ്കര സോഫ്റ്റായിട്ടൊരു ഹൽവയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ആയിരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായതാണ്. ഞാനിപ്പോൾ ഒന്ന് മുറിച്ച് കാണിക്കാം. കണ്ടോ എത്ര സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഹൽവ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.